ബാങ്ക് എക്സാംസ് ലക്ഷ്യമിടുന്ന കുട്ടികൾക്കും അതിനായി പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ഹാപ്പി ന്യൂസാണ്. ഗ്രാമീൺ ബാങ്ക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. IBPS RRB റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്ക്സ്. ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ആർക്കൊക്കെയാണ് ഈ എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വെൽക്കം ടു എഡ്യൂഗാനറ്റ്. ഞാൻ കലാദീപക്. ഗ്രാമീൺ ബാങ്ക്സിൻ്റെ 2 പോസ്റ്റുകളിലേക്കാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഒന്ന് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ്, അതായത് ക്ലർക്ക്. മറ്റൊന്ന് ഓഫീസർ സ്കെയിൽ 1, അതായത് PO. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ജൂൺ 27 ആണ്. ആ ഡേറ്റ് ഓർത്തോണം, ജൂൺ 27 ആണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. അത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഓൺലൈനായിട്ട് IBPSൻ്റെ സൈറ്റിലൂടെ www.ibps.in എന്നുള്ള സൈറ്റിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് എലിജിബിലിറ്റി നോക്കാം. ആർക്കൊക്കെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഫസ്റ്റ്, ഏജ് 18 ഇയേഴ്സ് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് ക്ലർക്കിന് 28 ഇയേഴ്സ് വരെ, POയ്ക്ക് 30 ഇയേഴ്സ് വരെ. നമ്മുടെ ഏതൊരു ബാങ്ക് എക്സാമിനും അങ്ങനെയാണല്ലോ. ഫോർ ജനറൽ കാറ്റഗറി. ഇനി OBCക്കും SC/STക്കും എല്ലാവർക്കും തന്നെ റിലാക്സേഷൻസ് ഉണ്ട്. OBCയുടെ കേസിൽ 3 വർഷത്തെ റിലാക്സേഷനാണ്. അതായത് 31 ഇയേഴ്സ് വരെ ക്ലർക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിനും 33 ഇയേഴ്സ് വരെ PO അതായത് ഓഫീസർ സ്കെയിൽ 1നും അപ്ലൈ ചെയ്യാം. SC/ST കാറ്റഗറിക്കാർക്ക് 5 വർഷം കൂടെ അധികം ഇളവും, എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 ഇയേഴ്സ് എക്സ്ട്രാ റിലാക്സേഷനും ഒക്കെ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് ഇളവുകൾ, ഏജിൻ്റെ റിലാക്സേഷൻസ് ഓരോ കാറ്റഗറിക്കും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ എലിജിബിലിറ്റി. എഡ്യൂക്കേഷനകത്ത് പറയുന്നത് ഡിഗ്രി ആയിരിക്കണം. എനി ഡിഗ്രി. പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇത്ര പെർസെൻറ്റേജ് ഡിഗ്രിക്ക് വേണം, അങ്ങനെയൊന്നും തന്നെ ഇല്ല. എനി ഡിഗ്രി, ഏത് ഡിഗ്രി ഉള്ളവർക്കും ബോത്ത് ഫോർ ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിലേക്കും ഓഫീസർ സ്കെയിൽ 1ലേക്കും അപ്ലൈ ചെയ്യാം. ഓഫീസർ സ്കെയിൽ 1ൻ്റെ കേസിൽ അവർ ചില ക്വാളിഫിക്കേഷൻകാർക്ക് ഒരു പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ എപ്പോഴും RRBയുടെ എക്സാമിന് പറയാറുള്ളതാണ്. ലൈക്ക് അഗ്രികൾച്ചറൽ ബേസ് ചെയ്തുള്ള കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക്, ഹോർട്ടിക്കൾച്ചർ, പിസിക്കൾച്ചർ, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് അത്തരത്തിൽ ഉള്ള കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ലോ, IT അങ്ങനെ അവർ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കോമേഴ്സ് എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് മറ്റു ക്വാളിഫിക്കേഷൻകാരും വറി ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാര്യം ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, എനി ഡിഗ്രി ആർക്കും അപ്ലൈ ചെയ്യാം, ഇവർക്കൊക്കെ ഒരു പ്രിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. ആർക്ക് വേണമെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസിനാണെങ്കിലും ഓഫീസർ സ്കെയിൽ 1നാണെങ്കിലും. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ ഉള്ള വിവിധ റിലാക്സേഷൻസും ഓരോ ഡിസബിലിറ്റി ഉള്ളവർക്കും എങ്ങനെയാണ് റിലാക്സേഷൻസ് വരുന്നതെന്നും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 5, 6, 7 പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ്റെ കാര്യം പേജ് നമ്പർ 7ൻ്റെ ലാസ്റ്റ് പാർട്ടിലുണ്ട്. പിന്നെ നമ്മുടെ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡിഗ്രിക്ക് ഓരോരുത്തർക്കും പല രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ മാർക്സ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ചെയ്യേണ്ടതെന്ന് പേജ് നമ്പർ 10 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഏതൊരു ബാങ്ക് എക്സാം പോലെ തന്നെയും ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാമിനും നമുക്കൊരു ലോക്കൽ ലാംഗ്വേജിൻ്റെ നോളേജ് അത്യാവശ്യമാണ്. കാര്യം ആ ഒരു ലോക്കൽ ഏരിയയിലാണല്ലോ നമ്മൾ പോസ്റ്റിംഗ് ആവുന്നത്. അപ്പം ലോക്കൽ ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ കേരളയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മലയാളം, അങ്ങനെ നമ്മൾ ഏത് റീജിയനാണോ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു നോളേജ് അത്യാവശ്യമാണ്. അപ്പോൾ അത് അവർ പറയുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 8th സ്റ്റാൻഡേർഡ് തൊട്ട് അല്ലെങ്കിൽ മുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് 8ാം ക്ലാസ് മുതലുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട്. 8ാം ക്ലാസ് തൊട്ട് മുകളിലോട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഈ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൂഫായിട്ട് കാണിക്കാനുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ അവരൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. വൺസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ജോബിന് എലിജിബിൾ ആവുകയാണെങ്കിൽ അവരൊരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഇൻ കേസ് നമ്മൾ ഈ ടെസ്റ്റിന് ഫെയിലിയർ ആവുകയാണെങ്കിൽ അവരൊരു 6 months അഡീഷണൽ പീരീഡും കൂടെ പോസ്റ്റിങ്ങിന് ശേഷം, സെലക്ഷന് ശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതായത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്നും നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ 8th സ്റ്റാൻഡേർഡ് തൊട്ട് മുകളിലോട്ട് ഏത് ക്ലാസ്സിലും നിങ്ങൾ ആ ഒരു ലാംഗ്വേജ്, മലയാളമാണെങ്കിൽ മലയാളം പഠിച്ചതായിട്ട് കാണിക്കാൻ നിങ്ങൾക്കൊരു തെളിവുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. ഇനി അഥവാ അതിലും ഫെയിലിയർ ആവുകയാണെങ്കിൽ 6 months അഡീഷണൽ പീരീഡും തരുന്നതാണ് ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജും നമുക്ക് ആവശ്യമാണ്. അഗെയിൻ ഏതൊരു ബാങ്ക് എക്സാമിനും അത് പറയാറുള്ള കാര്യമാണ്. ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ്, ഒരുപാടൊന്നും അല്ല, ഒരു ബേസിക് കമ്പ്യൂട്ടർ നോളജ്.
അതും നമുക്ക് നമ്മുടെ പഠനഭാഗമായിട്ട് നമ്മൾ മിക്കവാറും മെജോറിറ്റി പേരും പഠനഭാഗമായിട്ട് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ആ ഒരു പ്രൂഫ് കാണിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മളൊരു ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതിൻ്റെ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ ഭാഗമായിട്ടോ സ്കൂളിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൂഫ് നമ്മൾ കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്കും OBCക്കും 850 റുപ്പീസാണ്. SC/ST-കാർക്കും എക്സ് മിലിറ്ററി പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കൊക്കെ 175 റുപ്പീസാണ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എല്ലാം പേജ് നമ്പർ 36 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, ഏകദേശം എക്സാം എപ്പോഴായിരിക്കും, ഹാൾ ടിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 36 വളരെ ക്ലിയർ ആയിട്ടൊരു ടേബിളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സാംസ് ഓഗസ്റ്റ് 1st വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. അതിനി നമുക്ക് ഹാൾ ടിക്കറ്റ് വരുമല്ലോ എക്സാമിന് മുൻപായിട്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം നമുക്ക് എന്ന് എവിടെ വെച്ച് എത്ര മണിക്കാണ് പരീക്ഷ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കാണും. എന്തായാലും ഓഗസ്റ്റ് 1st വീക്ക് തൊട്ട് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ജനുവരിയിൽ തന്നെ IBBSൻ്റെ കാലണ്ടർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1st വീക്ക് തൊട്ട് തന്നെ എന്തായാലും എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. എക്സാം സ്കോർ വരുന്നത് ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് 0.25 മാർക്കുമാണ് കുറയുന്നത്, നെഗറ്റീവ് മാർക്സ്. നമുക്ക് ചെയ്ത് നോക്കാനുള്ള റഫ് പേപ്പേഴ്സൊക്കെ നമുക്ക് എക്സാം സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. എക്സാം വരുന്നത് അറിയാമല്ലോ 2 ലെവലാണ്, പ്രിലിംസ് മെയിൻസ് 2 ലെവലാണ്. ഒബ്ജക്റ്റീവ് എക്സാം ആണ്. ഒരു ക്വസ്റ്റിനെ തുടർന്ന് ഓപ്ഷൻസ് കാണും. കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് 1 മാർക്ക് കിട്ടുന്നത്. ഇൻ കേസ് തെറ്റിപ്പോയാലാണ് നെഗറ്റീവ് മാർക്സ് ആയ 0.25 ആകുക. ക്ലറിക്കൽ പോസ്റ്റിന്, അതായത് ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് എന്നുള്ളൊരു പോസ്റ്റിന് ഇൻ്റർവ്യൂ ഇല്ല. പ്രിലിംസ് മെയിൻസ് 2 ലെവൽ മാത്രം. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവരാണ് മെയിൻസിലേക്ക് പോകുന്നത്. മെയിൻസും ക്ലിയർ ചെയ്യുന്നവർ ജോബിന് എലിജിബിൾ ആവും. അടുത്ത പോസ്റ്റ് ഓഫീസർ സ്കെയിൽ 1 അല്ലെങ്കിൽ PO എന്നുള്ള പോസ്റ്റിലേക്ക് വരുമ്പോൾ പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ ഉണ്ട്. ഈ ഓരോ ലെവലും നമ്മൾ പ്രത്യേകം ക്ലിയർ ചെയ്യണം. പിന്നെ RRBയുടെ കേസിൽ വരുമ്പോൾ ഒരു ഡിഫറൻസ് വരുന്നത് പ്രിലിംസിന് 2 സബ്ജക്ട്സേ വരാറുള്ളൂ, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. യൂഷ്വലി നിങ്ങൾക്കറിയാമല്ലോ ബാങ്ക് എക്സാംസിന് പ്രിലിംസിന് 3 സബ്ജക്ട്സ് കാണും, റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഇംഗ്ലീഷും. പക്ഷേ എപ്പോഴും RRBയുടെ കേസിൽ, ഗ്രാമീൺ ബാങ്ക്സിൻ്റെ കേസിൽ പ്രിലിംസിന് ഫസ്റ്റ് ലെവലിന് 2 സബ്ജക്ട്സേ ഉള്ളൂ. അത് റീസണിങ്ങും മാത്സും ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു കോമ്പോസിറ്റ് ടൈം ഓഫ് 45 മിനിറ്റ്സ്. കോമ്പോസിറ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ടൈം ഓഫ് 45 മിനിറ്റ്സ്, അതായത് സെക്ഷണൽ ടൈമിംഗ് ഇല്ല. അതും നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. കാര്യം ചില ബാങ്ക് എക്സാംസിന് നമുക്ക് 20 മിനിറ്റ് വീതം അങ്ങനെ സെക്ഷണൽ ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ RRBക്ക് അവരങ്ങനെ സെക്ഷണൽ ടൈമിംഗ് ഒന്നും വെക്കാറില്ല. ഈ 2 സെക്ഷൻസ് മാത്രം, റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഫോർ എ ടോട്ടൽ ടൈം ഓഫ് 45 മിനിറ്റ്സ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് സെക്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്ത് ചെയ്യാം ഈ 45 മിനിറ്റ്സിൻ്റെ ആ ഒരു ഡ്യൂറേഷനിൽ. രണ്ടാമത്തെ ലെവലായ മെയിൻസിലേക്ക് വരുമ്പോൾ 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. നമുക്കതിനകത്ത് റീസണിങ്ങും വരും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, GA, ജനറൽ അവയർനെസ്. ഓക്കെ, ഇതിനെല്ലാം കൂടെ കോമ്പോസിറ്റ് ടൈം ഓഫ് 2 hours ആണ്. നമുക്ക് ഇഷ്ടമുള്ള സെക്ഷൻ ഏത് വേണമെങ്കിലും ഈ 2 hours എടുത്ത് ചെയ്യാം. സെക്ഷണൽ കട്ട് ഓഫ് ഉള്ള കാര്യം അവർ നോട്ടിഫിക്കേഷനിൽ എക്സാം പാറ്റേണിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനും നമ്മൾ പ്രത്യേകം കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് എക്സാം കഴിഞ്ഞ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ വെച്ചിട്ടാണ് അസസ് ചെയ്യുക, എത്ര കട്ട് ഓഫ് വെക്കണം എന്നൊക്കെ ഉള്ളത്. കട്ട് ഓഫ് കാറ്റഗറി വൈസ് ഡിഫറൻസ് വരും. ജനറൽ, OBC, SC, ST, എക്സ് മിലിറ്ററി അങ്ങനെ കാറ്റഗറി വൈസ് ഒക്കെ കട്ട് ഓഫിൽ ഡിഫറൻസ് വരും. നമ്മൾ നമ്മുടെ മാക്സിമം സ്കോർ ചെയ്യുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ. പേജ് നമ്പർ 19 മുതൽ വളരെ കെയർഫുള്ളി വായിക്കണം. അവിടെ തൊട്ട് അങ്ങോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 39 സൈസുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏതൊരു ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനും നമുക്ക് 4 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഏതൊരു ബാങ്ക് എക്സാമിനും അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ചില സമയത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോയെന്ന്. ഇല്ല, ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. നമ്മൾ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത്, എക്സാമിൻ്റെ എല്ലാ ലെവൽസും ക്ലിയർ ചെയ്ത് ജോബിന് എലിജിബിൾ ആവുകയാണെങ്കിൽ അവർ അവസാനം ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ റൗണ്ട് കണ്ടക്ട് ചെയ്യും. അന്നേരമാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഏജ് പ്രൂവ് ചെയ്യുന്ന അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അന്നേരമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 4 കാര്യങ്ങൾ മാത്രം മതി.
ഈ 4 കാര്യങ്ങൾ, അതായത് ഈ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഫോട്ടോ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഈ 4 കാര്യങ്ങൾ ഏതൊക്കെ സൈസിലാണ് സെറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നോട്ടിഫിക്കേഷൻ്റെ പേജ് നമ്പർ 39 മുതൽ അങ്ങോട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. ആ സൈസിൽ ഈ 4 കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ നിങ്ങൾ തനിയെ ആയിരിക്കാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ടാവാം അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വേണം എക്സാമിന് അപ്ലൈ ചെയ്യാൻ. എൻറ്റർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. മറ്റാരെങ്കിലുമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും നമ്മളുടെ ഒരു ശ്രദ്ധയും അവിടെ ഉണ്ടായിരിക്കണം. നമ്മളാണ് ആവശ്യക്കാർ, നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നു പോയി എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളി ഓരോ ഡീറ്റെയിൽസും ശ്രദ്ധിച്ച് തന്നെ എൻറ്റർ ചെയ്യാം. ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ എഴുതണം എന്ന് ഈ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ് പേജ് നമ്പർ 19 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഭാഗത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതേണ്ടതെന്ന്. ഐ എന്ന് എഴുതി ഒരു ബ്ലാങ്ക് അവർ കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മുടെ പേരെഴുതി, പിന്നെ ബാക്കി എന്താണ് എഴുതേണ്ടതെന്നൊക്കെ അവർ ആ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ടാണ് എഴുതേണ്ടത്, വേറെ ആരെയും കൊണ്ട് എഴുതിയിരിക്കരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് ഒരു പേപ്പറിൽ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എഴുതേണ്ടത്. അത് എഴുതേണ്ട കൃത്യ ഫോമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാം. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് പേജ് നമ്പർ 37 കൃത്യമായിട്ടൊരു ടേബിളിൽ അവർ പറയുന്നുണ്ട് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഓരോ സ്റ്റേറ്റിലും എവിടേക്കാണ്, ഓരോ ഡിസ്ട്രിക്റ്റിൽ എവിടേക്കാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എക്സാം സെൻറ്റേഴ്സും ഉണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും അവർ കൃത്യമായിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്റ്റേറ്റിലും ഏതൊക്കെ ഡിസ്ട്രിക്ട്സിലാണ് എക്സാം സെൻറ്റേഴ്സ്. കേരളത്തിൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് ആ ടേബിളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത്, നിങ്ങളുടെ ഓൺ ഡിസ്ട്രിക്റ്റ് അതിനകത്തുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഡിസ്ട്രിക്റ്റ് ഇല്ലെങ്കിൽ നിയർ ബൈ ഡിസ്ട്രിക്റ്റ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹോൾ ടിക്കറ്റ് എക്സാമിനേഷൻ മുൻപായിട്ട് വരും. അപ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ കാണും നമ്മൾ ചൂസ് ചെയ്തത് എവിടെയാണ്, എവിടെയാണ്, എത്ര മണിക്കാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണും. ആ എക്സാമിനേഷൻ സെൻറ്ററിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. പരീക്ഷ ഓൺലൈൻ ആണല്ലോ, അതിനാവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. വേക്കൻസികളെ കുറിച്ചൊക്കെ പേജ് നമ്പർ 27 മുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചിട്ടയായിട്ടുള്ളൊരു പഠനം കൊണ്ട് നമുക്ക് ഏതൊരു ബാങ്ക് എക്സാമും ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു എക്സാം കഴിഞ്ഞാലും തുടർച്ചയായിട്ട് അടുത്ത എക്സാംസ് വരാനുള്ള സമയമായി. ഇത് കഴിയുമ്പോൾ തന്നെ IBBS ക്ലർക്ക്, IBBS PO, അത് കഴിഞ്ഞാൽ SBI PO, അങ്ങനെ എക്സാംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കേണ്ട ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷൻ നമ്മൾ ഒരു കാരണവശാലും വൈകിപ്പിക്കരുത്. ബാങ്ക് എക്സാംസ് ലക്ഷ്യമിടുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടതാണ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കണ്ടന്റ് പഠിക്കുന്നത് മാത്രമല്ല, ബാങ്കിൻ്റെ കേസിൽ അറിയാമല്ലോ ഒരു നിശ്ചിത സിലബസ് ആണ്, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ അടുക്കും ചിട്ടയായിട്ട് എല്ലാം പഠിക്കണം. ഓരോ സബ്ജക്റ്റ്, ഓരോ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം എന്ന് നമ്മൾ ബേസ് തൊട്ട് തന്നെ ക്ലിയർ ആയിട്ട് പഠിക്കണം. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാര്യം ബാങ്ക് എക്സാം ഒരു ഓൺലൈൻ പരീക്ഷയാണ്, ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ടൈം ലിമിറ്റിനുള്ളിൽ സ്കോർ ചെയ്യണമെങ്കിൽ സ്പീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗ്രാജുവലി ത്രൂ പ്രാക്ടീസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കും ഓൺലൈനും റെഗുലർ കോച്ചിങ്ങും അവൈലബിൾ ആണ്. ഓൺലൈൻ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂഗാനറ്റിൻ്റെ മൊബൈൽ ആപ്പിലൂടെയാണ്. റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി, വീക്ക്ലി GA, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ്, ഡൗട്ട് ക്ലിയറൻസ്, 24 hours ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി എല്ലാം തന്നെ ഉള്ളൊരു ഓൺലൈൻ പാക്കേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെഗുലർ ബാച്ചസും അവൈലബിൾ ആണ്. കൊല്ലത്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഷോർട്ട് ബാച്ചസ് ആയിട്ടാണ് നമ്മുടെ റെഗുലർ ബാച്ചസ് നമ്മൾ എടുക്കുന്നത്. ഒരു 1-to-1 അറ്റൻഷനാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഓൺലൈൻ ബാങ്ക് കോച്ചിങ്ങിനെ കുറിച്ചും റെഗുലറിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതിയാവും. All the best. Have a nice day. Thank you.